പ്രിയപ്പെട്ടവരെ, സഹാബാക്കളെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനെ നമ്മൾ ആദരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ തർബിയത്ത് പറയുന്നത്? എന്തുകൊണ്ടാണ് സഹാബാക്കളോടൊപ്പം ചേരാൻ നമ്മൾ ആശിക്കുകയും ദ്വാരക്കുകയും ചെയ്യുന്നത്? ആ മഹത്തുക്കളുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. നമ്മളൊക്കെ സാധാരണ കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് പോലെ ഉലമാക്കൾ പറയാറുണ്ട്, അവർ അഖലിന് സ്ഥാനം കൊടുത്തില്ല, അവർ നഖലിനെ പിന്തുടർന്നു. അള്ളാഹു എന്തു പറഞ്ഞോ അതങ്ങനെ തന്നെ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞോ അതങ്ങനെ തന്നെ. അതിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും ചിന്തിക്കാൻ അവരുടെ യുക്തിയെയും ബുദ്ധിയെയും ഒന്നും വിലയിരുത്തിയില്ല, ചെലുത്തിയില്ല, ഉപയോഗിച്ചില്ല. അത്രത്തോളം അള്ളാഹുവിലും റസൂലിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സർവസ്വവും ആ മാർഗത്തിൽ സമർപ്പിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് സഹബാക്കൾ അത്രയും മഹത്തുക്കളായി മാറി. റളിയല്ലാഹു അൻഹും വറദു അൻ എന്ന് ഖുർആൻ പറഞ്ഞത് അവരെ കുറിച്ച്. ഉലൈക ഹിസ്ബുല്ലാഹ്, ഉലൈക ഹിസ്ബുല്ലാഹ്, അള്ളാഹു പറയാണ്. ഉലൈക ഹിസ്ബുല്ലാഹ്, അവര് അള്ളാഹുവിൻ്റെ സൈന്യമാണ്, അള്ളാഹുവിൻ്റെ സേനയാണ്. ആ സഹാബത്തിനെ കുറിച്ചിട്ട് അള്ളാഹു പറയാ, അല്ലാഹ ഫീ അസ്ഹാബി. അള്ളാഹുവിൻ്റെ റസൂല് മിമ്പറിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളെയും സംബോധന ചെയ്തുകൊണ്ട്, ലോകത്തിന് വരുന്ന മുഴുവൻ മുസ്ലിമീങ്ങളെയും സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ലാഹ ഫീ അസ്ഹാബി. ജനങ്ങളെ, എൻ്റെ സഹാബാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം കേട്ടോ. എൻ്റെ സഹാബാക്കളെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു കുറ്റവും പറയരുത്, ഒരു മോശവും പറയരുത്, ഒരു പോരായ്മയും ചികഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് പ്രചരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അല്ലാഹ ഫീ അസ്ഹാബി. താക്കീദിന്റെ ശബ്ദത്തിൽ മിമ്പറിൽ നിന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, എൻ്റെ സഹാബാക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടണം കേട്ടോ, അള്ളാഹുവിനെ പേടിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവറുകളിൽ തുടങ്ങി ചെറിയൊരു സഹാബിയുടെ മഹത്വം പോലും, പ്രിയപ്പെട്ടവരെ, ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ഔലിയാക്കളെക്കാളും ഉയർന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? അവർ ഓരോ സെക്കൻഡിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരാൻ ശ്രമിച്ചു. ഒരു സഹാബി